അപ്പോൾ ഈശോ എന്തിനാണ് പരസ്യമായി ഇറങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുകയാണ് ഈ റിയാക്ഷൻസ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അവസാനം ജനക്കൂട്ടത്തിൽ കുറേ പേർ അവൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ ഒന്നാം വായനയിലും എതിർക്കുന്നവരെ എന്തിനാണ് എതിർക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്, നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:12. പതിയിരുന്ന് ആക്രമിക്കാം. അവൻ നമുക്ക് ശല്യമായതുകൊണ്ട്. ഇനി അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നത് കൊണ്ട്. രണ്ടാമത്തെ ഒരു കാരണം പറയും, നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മളെ ശാസിക്കുന്നത് കൊണ്ട്, അങ്ങനെ ശരിയല്ല നീ ചെയ്യണത്, ശരിയല്ല എന്ന് പറയണത് കൊണ്ടാണ് എതിർക്കുന്നത്. ഇനി തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. ഈശോ പറഞ്ഞല്ലോ, ഈശോ പറയുന്നത് അവർ ദൈവദൂഷണം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഈശോയെ എതിർക്കുന്നുണ്ട്. ഇനി അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അതുകൊണ്ട് അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. കണ്ണെടുത്ത കണ്ടൂടെ.